ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 9 ഗണിതം ഭാഗം 1 പുതിയ ബുക്കൊക്കെ മാറിയിട്ടില്ല. 2024 കഴിഞ്ഞെല്ലാം മാറിയതാണ് ഈ ബുക്ക്. അപ്പൊ പുതിയ ബുക്കിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ എന്താണ്? സമവാക്യ ജോഡികളാണ്. എന്താണ് സമവാക്യ ജോഡികൾ? എന്താണ് സമവാക്യ ജോഡികൾ? ഈ ചാപ്റ്റർ എളുപ്പമാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് എന്താക്കാൻ കഴിയും, ഈ ചാപ്റ്റർ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എക്സും വൈ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നോക്കൂ മക്കളെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കി. ആദ്യം ഒരു കണക്കാണല്ലേ. ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായി 100 മുത്തുകളുണ്ട്. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. കറുപ്പ് എത്രയാണ്, വെളുപ്പ് എത്ര ടൈപ്പിൽ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഈ പാഠഭാഗത്ത് വരുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള നമുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കിയാൽ ഒരു ചെപ്പിൽ കറുപ്പും വെളുപ്പുമായിട്ട് 100 മുത്തുണ്ടെന്ന് പറഞ്ഞേ അല്ലെ. വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ്. കറുപ്പ് എത്ര, വെളുപ്പ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ഇവിടെ നോക്കിയാൽ വെളുപ്പും കറുപ്പും 2 ടൈപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കുക, ഈ എന്താണ് വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് എന്താക്കുക, ഈ വെളുപ്പിന് എന്താക്കുക, എക്സ് ആക്കി എടുക്കുക. അപ്പൊ വെളുപ്പിന് നമ്മൾ എക്സ് ആക്കി എടുക്കുമ്പം കറുപ്പ് എത്രയാണ്? x+10 അല്ലെ. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ ആക്കി ചെയ്യാട്ടോ, അങ്ങനെ ചെയ്യാം. അപ്പൊ വെളുപ്പിനേക്കാൾ 10 കൂടുതലാണ് കറുപ്പ് പറഞ്ഞാൽ, കറുപ്പ് പറയുമ്പോൾ വെളുപ്പിന് നമ്മൾ എക്സ് ആക്കി എടുക്കുമ്പോൾ കറുപ്പ് എന്താണ്? x+10 അല്ലെ. അപ്പൊ എന്താണ്? അപ്പൊ നോക്കൂ, വൈറ്റിന് അല്ലെ, വെള്ളേനെ നമ്മൾ എന്താണ് എക്സ് ആക്കി എടുത്ത്, കറുപ്പിനെ നമ്മൾ എന്താക്കി x+10 ആക്കി എടുത്ത്. ഓക്കെ, ദെൻ നമ്മൾ ചോദ്യം തന്നിട്ടുണ്ട് അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് വെള്ളയും കറുപ്പും കൂടി കൂട്ടിയ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? 100 പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ വൈറ്റും ബ്ലാക്കും കൂടി അല്ലെ, വെള്ളയും കറുപ്പും കൂടി കൂട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി? 100 കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ വെള്ളനെ നമ്മൾ എക്സ് ആക്കി എടുത്തില്ലേ. അപ്പൊ ആ എക്സ് ഇവിടെ എഴുതിയേ, വൈറ്റിന്റെ വെള്ളന്റെ എക്സ് ഇവിടെ എഴുതി പ്ലസ്, പിന്നെ കറുപ്പല്ലേ, കറുപ്പിനൂടെ എന്താ x+10 അല്ലേ. അപ്പൊ x+10 എഴുതി. ഓക്കെ, ഇത് എഴുതിയ മനസ്സിലായല്ലോ അല്ലെ. വെള്ളയും കറുപ്പും കൂടിയാണ് എന്ത് 100 എന്ന് പറഞ്ഞത്. വെള്ള ഇവിടെ എക്സ് ആണ്, കറുപ്പ് ഇവിടെ എന്താണ്? x+10 ആണ്. അപ്പൊ രണ്ടും കൂടി കൂട്ടുകറിയുമ്പോ x+10 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. = 100. ഓക്കെ, ഇതെന്താണ്? ഈ എക്സ് എത്ര ഉണ്ട് ഇവിടെ? x+x 2 ഉണ്ട് അല്ലെ, 2x ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താക്കുക, ഇതിനെ 2x ഇവിടെ എഴുതി, 2x+ പിന്നെ ഈ 10 ഇവിടെ എഴുതി = പിന്നെ എന്താ തന്നിരിക്കുന്നത്? 100 ആണ് അല്ലെ. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഈ +10 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? -10 ആവട്ടോ. +10 ഏത് സംഭവമാണെങ്കിൽ ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും. ഈ മൈനസ് ആണ് ഇവിടെ ഉള്ളെങ്കിൽ ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? പ്ലസ് ആവും. ഓക്കെ, പിന്നെ ഇൻറ്റു ആണ് ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. ഡിവൈഡ് ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? ഇൻറ്റു ആവും കേട്ടോ. അപ്പൊ നമ്മളതൊക്കെ ചെറിയ ക്ലാസ് പഠിച്ചതാണ് അല്ലെ. ഓക്കെ, ദെൻ ഇനി എന്താണ് ഇവിടെ പറയുന്നത്? 2x+10 = 100. ഓക്കെ, ദെൻ അപ്പൊ +10 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആയി അല്ലെ. അപ്പൊ 2x = പിന്നെ ഈ ഈക്വലിന് അപ്പുറത്തുള്ള അതിനെ ആദ്യം എഴുതണം കേട്ടോ. എന്നിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക് പോകുന്നത് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള 100 ആദ്യം എഴുതുക. പിന്നെ +10 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ -10 കണ്ടോ. അപ്പൊ 2x = 100 - 10 എഴുതി. ഇനി ഈ 2x = ഈ 100 - 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ആണ് അല്ലെ. അപ്പൊ അത് എഴുതിയില്ല, 90 എന്ന് എഴുതി അല്ലെ. 2x = 90 അല്ലെ. ഇനി എന്താ നമ്മൾ എഴുതേണ്ടത്? ഇനി x = അല്ല അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ എന്താക്കുക, ഇവിടെ x = അടുത്ത സ്റ്റെപ്പ് എന്താണ്? x = ഇനി എന്താ? ഈക്വലിന് അപ്പുറത്തുള്ള സംഭവത്തിന് ആദ്യം എഴുതണം കേട്ടോ. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണേ, തന്നെ നമ്മളെ ചാപ്റ്ററിൽ വരിക കേട്ടോ. വലിയ ക്ലാസ് എത്തിയാലും ഇങ്ങനെ തന്നെ അല്ലെ. ഓക്കെ, 90 അല്ലെ. ഇനി എന്താണ്? 2x കൊടുത്തിട്ടൊരു സംഭവം അവിടെ ഉണ്ടായില്ലേ, 2 ഉണ്ടായില്ലേ. 2 × x അല്ലേ, 2x പറയുന്നത്. അപ്പൊ ഇൻറ്റു ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താകുക? ഡിവൈഡ് അല്ലെ. അപ്പൊ 90 / എന്താണ്? 90/2 അല്ലെ. 2 ഈക്വലിന്റെ അപ്പുറത്ത് 90/2 = എന്താണ് വരുന്നത്? 90/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 അല്ലെ, 45 ആണ് അല്ലെ. അപ്പൊ എക്സ് എന്ത് കിട്ടി നമുക്ക്? 45 കിട്ടി അല്ലെ. അപ്പൊ എക്സ് എന്തായിട്ടാണ് നമ്മൾ എടുത്തിരുന്നത്? വെള്ള അല്ലെ. അപ്പൊ നമുക്ക് എന്താക്കുക, വെള്ള = 45 എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ എഴുതാം അല്ലെ. ഓക്കെ, വെള്ള = 45. അപ്പൊ നമുക്ക് എന്താ? വെള്ള എന്താണ്? എക്സ് ആക്കി എടുത്തിരുന്നത് ഇവിടെ അല്ലെ. വെള്ള = x കണ്ടില്ലേ. അപ്പൊ എക്സ് എന്താ പറഞ്ഞാൽ എത്ര നമുക്ക് കിട്ടിയ? 45 അല്ലെ. അപ്പൊ വെള്ള നമുക്ക് എന്ത് കിട്ടിയോ? 45 കിട്ടില്ലേ. ഇനി ഇവിടെ കറുപ്പ് എന്താ? x+10 ആയിട്ട് നമ്മൾ എടുത്തത് അല്ലെ. അപ്പൊ നമുക്ക് കറുപ്പ് = പറഞ്ഞിട്ട് എന്താണ്? x+10 എഴുതാം അല്ലെ. x+10. അപ്പൊ x എന്താ ഇവിടെ വരുന്നത്? 45 അല്ലെ. അപ്പൊ 45 പ്ലസ് എത്രയാ? 10 അല്ലെ. അതിൽ മുകളിൽ തന്നെ x+10 അല്ലേ. അപ്പൊ നമുക്ക് എന്താക്കുക? 45 + 10 എന്ന് എഴുതുക അല്ലെ. അപ്പൊ 45 + 10 എത്രയാണ്? = 55 അല്ലെ. = 55.
ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈറ്റ് അല്ലേ, വെള്ള 45, കറുപ്പ് എത്രയാണ്? 55 കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ ഇതാണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് എന്താണ് നിങ്ങൾക്ക് നന്നായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കുറേ നേരം എടുത്ത് ഞാൻ ചെയ്തു തന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. വെള്ള നമ്മൾ എക്സ് ആക്കി എടുത്തു, കറുപ്പ് നമ്മൾ എന്താക്കി? X+10 ആക്കി എടുത്തു. നമ്മളെ ചോദ്യത്തിൽ അതാണ് അല്ലേ. വെള്ള എന്താണ് വെള്ളേൻ്റെ 10 കൂടുതലാണ്, കറുപ്പ് എന്ന് പറയുമ്പോൾ കറുപ്പ് X+10 അല്ലേ. പിന്നെ എന്താണ് രണ്ടും കൂടി നമുക്ക് 100 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി പ്ലസ് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. എന്നിട്ട് എന്താക്കുക? ഇത് കൂട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതുമായി ശ്രദ്ധിക്കേണ്ട എന്താണ്? ഈക്വൽറ്റിൻ്റെ അപ്പുറത്തുള്ള സംഭവത്തിന് ആദ്യം എഴുതണം, എന്നിട്ടാണ് ഈക്വൽറ്റിൻ്റെ അപ്പുറത്തുള്ളതിന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഈക്വൽറ്റിൻ്റെ അപ്പുറത്തുള്ളത് പ്ലസ് ആണെങ്കിൽ ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. ഇനി ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് മൈനസ് ആണെന്നുള്ളതെങ്കിൽ ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? പ്ലസ് ആവും. പിന്നെന്താണ്? ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് ഇൻറ്റു ആണെങ്കിൽ ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും, ഹരണാവും അല്ലേ. പിന്നെന്താണ്? ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് ഹരണാണെങ്കിലോ ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി? ഗുണനാവും അല്ലേ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം എന്താ നമുക്ക് നോക്കാം.